അതെ ഈ KL7 BR 7917 ബൈക്ക് ആരെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടോ? KL7 BR 7917 എങ്ങാട് തള്ളിക്കൊണ്ടു പോണേ. ഇതൊക്കെ സുഖമില്ലാത്ത ആളുകളാണ്. അങ്ങോട്ട് നീക്കി വെച്ചാൽ അങ്ങോട്ട് മാറ്റങ്ങള് അവിടെ അതിന്റെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് വരണേണ് അങ്ങാട്. മണിക്കൂറായി ഈ ബൈക്കാരെയാണ് ബൈക്ക് KL7 BR 7917 ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെ? ഞാൻ മാവന്റെ വീട്ടിലാണല്ലോ പാർക്ക് ഏരിയയിൽ വെച്ചിട്ട്. തന്നോടല്ലേടോ ഞാൻ അണ്ണാക്ക് പൊളിച്ച് ചോദിച്ചത്. എങ്ങനെ ചെവിയിൽ എന്താ പിണ്ണാക്കാണാ? ഞാൻ കേട്ടില്ലല്ലേ. ഞാനിപ്പോ ഇവിടെ ഫോണിൽ ഡോക്ടർ വരാത്തതിന് ഞാനത് ചവിട്ടിയാ കാണയിലിട്ടുണ്ട്, പോയി എടുത്തോ. ആ ബൈക്ക് കൊണ്ടുവന്നിട്ട് ആംബുലൻസ് പാർക്ക് ചെയ്യണ എന്റെ അടുത്താണ് പാർക്ക് ചെയ്ത് വെച്ചേക്കണ. ഇവന്മാരുടെ പരിപാടി ഇതാന്നേ. അതെ അതെ ഇങ്ങോട്ട് ഇവിടെ ഉച്ചാകുമ്പോ വന്നിരിക്കാണ് കണ്ട ആൾക്കാർ ഇവിടെ. ഇത് ഡോക്ടറെ കാണാൻ വേണ്ടി വന്ന, അല്ലാണ്ട് പൂരം കാണാൻ വന്നല്ല. അത് എവിടെ ഡോക്ടർ ഇല്ലല്ലോ ഇതിന്റെ ഉള്ളിൽ. ചേട്ടാ ഡോക്ടർ ഭക്ഷണം കഴിക്കാൻ പോയേക്കാണ്, ഇപ്പൊ വരും. ഇത് എന്ത് ഭക്ഷണം അപ്പൊ? അത് ആനേനെ മൂപ്പിൽ തിന്നണേ നേരമായിട്ട് തീർന്നില്ലേ? എന്താണ് അസുഖം? നിങ്ങളുടെ അസുഖം എന്താ? എനിക്ക് പല്ലുവേദനയാണോ? അത് സഹിക്കാൻ വയ്യാണ്ടാ ഞാൻ ഈ പറഞ്ഞത്. പല്ലുവേദന ജലദോഷമോ തലവേദനയൊക്കെ ഉള്ളവര് നാളെ OP-യിൽ വന്ന് കാണിക്കും. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നാളെ OP-യിൽ വന്ന് കാണിക്കുക പറഞ്ഞ നാളെ വരെ വേദന എന്റെ വാപ്പ തയ്ക്കും. മര്യാദക്ക് വർത്താനം വല്ല ഡോക്ടറെ കാണാൻ പല്ലുണ്ടാവൂല. ഞാൻ ഉദ്ദേശിച്ചത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് തന്നെ ഉദ്ദേശിച്ചത്. പോയി എന്താ എനിക്ക് മറ്റേ കണ്ണും പൊട്ടിക്കണ ഇരിക്കവിടെ. അല്ല ഇതെന്താ ഉദ്ദേശിച്ച? എന്റെ മക്കളെ കയ്യും കാട്ടി ആദ്യം മര്യാദ പഠിക്കും. മര്യാദക്ക് സംസാരിക്കാൻ ഞാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോലീസിനെ വിളിക്കും. അവിടെ പോയി കുത്തിയിരുന്നാളെ ചങ്ങായി. നിങ്ങൾക്ക് പല്ലുവേദന ഭ്രാന്താണോ? പല്ലുവേദനിച്ചിട്ട് മനുഷ്യൻ അവിടെ ഇരിക്കണോ? വെറുതെ വന്നിട്ട് തലക്കെട്ട് കെട്ടിയിരുന്ന ഭ്രാന്താണ് ഞങ്ങൾക്ക്. അതെ താൻ അവിടെ ഇരുന്നേ. എല്ലാരോടും കൂടി പറയണേന്ന്, നിസാര പല്ലുവേദന തലവേദന ജലദോഷം ഒക്കെ ആണെങ്കിൽ നാളെ OP-യിൽ വന്ന് കാണും. ഇവിടെ അത്യാഹിത ആളുകളെ ചികിത്സിക്കാനിരിക്കുകയാണ് ഡോക്ടർ. എന്താ ഗുണ്ട? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞറിയൂ? 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം ചേട്ടാ, ഞാൻ കുറെ കാലമായി ഇവിടെ ജോലി ചെയ്യണം. ഏതൊക്കെ ജാതി ആളുകളെ ഇവിടെ വന്നേന്ന് എനിക്കറിയാം. വെറുതെ ഇവിടെ കിടന്ന് മസിൽ പിടിക്കേണ്ട കാര്യമില്ല. സർക്കാർ ആശുപത്രിയിൽ വന്നാൽ മരുന്ന് മേടിച്ചിട്ട് മുണ്ടാതെ പോകാം. നിയമം പഠിപ്പിക്കണ്ട കേട്ടാ. പോലീസിന്റെ അല്ല, പോലീസിന്റെ അക്രമം കാണിക്കണേ. അന്നേക്കാ മുതിർന്ന കുട്ടികളുണ്ട്. എന്റെ കയ്യും കാലം അവര് തല്ലി മുറിക്കും. ഇക്കല്ലേ എന്റെ അച്ഛനെ വിളിച്ചത്? എന്ത്? എന്റെ അച്ഛനെ വിളിച്ചിട്ടല്ലേ ഞാൻ കളിച്ചത്? പിന്നെ പല്ല് തല്ലി വിളിക്കും പറഞ്ഞ. അപ്പൊ ആജാതി വർത്താനം പറയണ്ട കേട്ടാ. മിണ്ടാതിരുന്നോടാ. മിണ്ടാതിരുന്ന കൈ കൊണ്ട് സംസാരിക്കണേ. അങ്ങാട് ഒതുക്കി വെക്കണോ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ ഇങ്ങനെ കാണിക്കാവോ? അതെ, ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാ. താൻ അവിടെ മര്യാദക്ക് അവിടെ നിൽക്കുക. അങ്ങനെ പറയരുത് കുട്ടിയെ, ഈ അങ്ങനെ പറയരുത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല അന്തസ്സായിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ. ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്ന ആൾക്കാർ തന്നെയാണ്. അയാളായിട്ട് വർത്താനം പറയണ്ട. താൻ മിണ്ടാതിരുന്ന അവിടെ ഇരിക്കും. പറയരുത്. അവിടെ നിങ്ങളെ മാതിരിയുള്ള ചില ആൾക്കാരെ അവിടെ ഇവിടെ വെച്ചിട്ട് ഈ ഗവൺമെന്റ് ആശുപത്രി അങ്ങോട്ട് നീക്കി വെക്കണു. ഈ സാധനത്തിനാ കണ്ണില് ചോര കുറച്ച് മേടിച്ച് ഒഴിക്കുതാനെന്ന്. ഇതിവിടെ എല്ലാരും സുഖമില്ലാത്തവരെ വന്നിരിക്കണ. തന്റെ അച്ഛൻ ആദ്യമായിട്ട് വലിയ പോകുന്നതൊക്കെ അല്ല. നീക്കി വെക്ക്. അറിയോ? അതെ, നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടാണ് അത്. ഇത് ഇവരുടെ സ്വന്തമാണെന്നുള്ളൊരു ധാരണയാണ്. എന്റെ വാപ്പണ്ടാക്കിയത്. ഇയാളെന്റെ കയ്യിൽ മേടിച്ചിട്ടേ പോവുള്ളൂ. ഞങ്ങളുടെ സ്വന്തമാണ്. എന്റെ സ്വന്തം. ആരുടെ സ്വന്തം? ആൾക്കാരുടെ കൈ മേടിച്ചിട്ട് അതൊക്കെ ചെയ്യണത്. അല്ല, ഞാൻ ചോദിക്കുന്നത് പല്ലുവേദന തന്നെയാണോ അതോ ഭ്രാന്താണോ അത്? അല്ല, എനിക്ക് അറിയാൻ വല്ലാണ്ട് ചോദിക്കുക. താൻ അയാളെ ഇളക്കല്ലോട്. താൻ മിണ്ടാതിരിക്കടോ. അണ്ണാക്കിലിട്ട് ഞാൻ കുത്തും. ഞാൻ മിണ്ടായിരിക്കടോ.